ഇപ്പം നമ്മൾ വന്നിരിക്കുന്നതാണ് നിംബിങ് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് മേടിച്ചു എങ്ങനെയുണ്ട്? ഈ അമ്മത്താലെ മണിയിലിരിക്കരുത്. നമ്മൾ വീണ്ടും കേവിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ നാലാമത്തെ കേവാണിത്. അവർക്ക് നീന്താൻ അറിയായിരിക്കും. അങ്ങനെ ഹനോയിലെ രണ്ടാമത്തെ ദിവസമായി ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. കുറേ ഡിഷസ് ഉണ്ട്. ഇതിലിനി വെജൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. അതുകൊണ്ട് എല്ലാ ഹോട്ടൽസിലും രാവിലെ 6 മണി തൊട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. ഞങ്ങളും അതുകൊണ്ട് നേരത്തെ റെഡി ആയിട്ട് ദേ കഴിക്കാൻ പോകണം. എന്തെടുക്കണേ? മനസ്സിലാവുന്ന പോലെയൊക്കെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നോൺ വെജ് സൂഷി എടുക്കണേ. നോൺ വെജിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ചിക്കൻ ആണെങ്കിൽ കുഴപ്പമില്ല, വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ. എടുത്താൽ മതിയായിരുന്നു ആദ്യമേ കണ്ണിൽ. ഓംലെറ്റ് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ചായ കിട്ടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ചായ കിട്ടി. നല്ല പാല്, നല്ല ഫ്രഷ് മിൽക്കും അതിൽ മറ്റേ ടീ ബാഗായിരുന്നു. ടീ ബാഗ് ഇട്ടിട്ട് ചായ സാധാരണ കിട്ടാറില്ലാത്തതാണ്. ഇവിടെ ചായ കിട്ടി. ശ്രീയുടെ കമ്മൽ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ശ്രീ ഫുള്ളായി? ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഞാനും കഴിച്ചു. ഇവിടെ വെജ് നല്ല വീഗൺ എന്ന് പറയണം. പിന്നെ നോ എഗ്ഗ്, നോ ഫിഷ്, നോ മീറ്റ് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ വെജ് ഫുഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ മിക്കവാറും എല്ലാ ഭക്ഷണത്തിലും ഒരു ഫിഷ് സോസ് പോലത്തെ എന്തോ ഒരു സാധനം മിക്സ് ചെയ്യും. ബിഗ് ഡോങ് പഗോഡ. യെസ്. Very close by. That boat ride and all. The boat ride, yes. That is first one. No, Big Dong Pagoda first. Pagoda is the first. And then we have lunch. And then we go to the boat for 1.5 hours. And then അപ്പോൾ ഇന്ന് Day 2 ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിംബിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് ഇവിടെ നിന്ന് ഒരു 2 hours ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മ? 2 hours ആണോ? 2.5 hours ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പം എത്ര മണിയായി? ഇപ്പം 7:52. കൊള്ളാലും നമ്മൾ ഫാസ്റ്റ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താലേ എത്തുള്ളൂ എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് അവർ ഐറ്റിനറി ഇട്ടതുപോലെ തന്നെ ആ ഒരു സ്പീഡിൽ കവർ ചെയ്ത് പോകണമെങ്കിൽ ഇത്ര നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. How much time it will take to reach Da Nang from here? it's supposed to be almost 1 day. One day. Oh, That is why in flight it is 1 hour. Okay. And the ticket is ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ ഡനാങ്ങിലേക്കും പിന്നെ ഹോച്ചിമിനിലേക്കും ഒക്കെ ട്രെയിനിൽ പോവാത്രേ. നല്ല വ്യൂ ആണ്. ട്രെയിനിൽ പോയാൽ നല്ല വ്യൂ ആണ്. ക്യാബിൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ അത്രയും എക്സ്പെൻസീവ് ആണെന്ന് ട്രെയിൻ ജേർണി. അപ്പം നമുക്കറിയില്ലായിരുന്നു ഇത്ര. ഞാൻ ഇത് ഇങ്ങോട്ട് വരാനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ്, എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ട്രെയിൻ യാത്രയെക്കുറിച്ച് ഞാൻ റീല് കണ്ടത്. ശരിക്കും നല്ല രസമുണ്ട്. ഒരു ഫുൾ ഫാമിലിക്ക് ഒരു ക്യാബിനുള്ളിൽ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ. അതിനുള്ളിൽ തന്നെ ബെഡ് ഉണ്ട്. കാരണം ഒരു ഫുൾ ഡേ ആണ് ഇവിടുന്ന് ദനാങ്ങിൽ പോകാനും ഹോച്ചിമിനിലേക്ക് പോകാനും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്യാബിനൊക്കെയാണ്. വേണമെങ്കിൽ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാമായിരുന്നു. ആരെങ്കിലും ഇനി വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. ഫ്ലൈറ്റിൻ്റെ തന്നെ റേറ്റ് വരും, പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന്. ക്യാബിൻ്റെ ഉള്ളിലുള്ള ട്രാവലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പുറത്തെ വ്യൂവും നല്ല സൂപ്പറാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഞങ്ങൾ നിൻബിനിലേക്ക് പോകുന്ന വഴി ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ബാംബു വെച്ചിട്ട് കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഫാം, അതിൻ്റെ ഒരു ബിസിനസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അതായത് അവർ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും എങ്ങനെയാണത് ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് യൂസസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല എക്സ്പെൻസീവ് ആണ് സംഭവങ്ങളൊക്കെ, ബട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. അങ്ങനെ ഒരു ഫുൾ സ്റ്റോർ ഉണ്ടായിരുന്നു. അവർ കുറേ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചൊക്കെ തന്നു. കേറാം. ഇതൊരു വീടാണ്. നിംബിങ്ങിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളിന്റെ വീട് അത്ര ഇത്. അമ്പോ കൊട്ടാരം പോലെ ഇരിക്കുന്നു. എന്താ താങ് ഹൗസ് അതാണ് പേര്. അമ്പോ richest man. What is his name? Huh? That is like Thang house. Thang. ഇതിപ്പോൾ നിംബിങ്ങിലെ റിച്ചസ്റ്റ് ആളിൻ്റെ വീടാണ്. പിന്നെ നിംബിങ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ടൗൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ വീടായിരിക്കും. ഇതൊരു ഏൻഷ്യൻ ടൈപ്പ് ഓഫ് വീടല്ലേ. വിയറ്റ്നാമിലെ റിച്ചസ്റ്റ് ആളിൻ്റെ വീട് മോഡേൺ ടൈപ്പ് വീടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ബിഗ് ഡോങ് പഗോഡ എന്നാണ്. നിൻബിനിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അത് ടെമ്പിൾ പോലെ തന്നെ ഒരു ഇപ്പോൾ ഇവിടെ കാണുന്ന ബിൽഡിങ്സ് പോലെയുള്ള ടെമ്പിൾ പോലത്തെ ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അവിടെ പോയിട്ട് നോക്കാം. കുറെ നടക്കേണ്ടി വരും. കുറെ ആൾക്കാരുണ്ട് ഇവിടെ കയറാൻ. എത്ര പേരാ സൈക്കിളിൽ പോകുന്നേ? അയ്യോ, സൈക്കിളിൽ പോകുന്ന നോക്കിയടാ എല്ലാരും. കുറെ പേര് നിംബിങ്ങിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈം ഉണ്ടെങ്കിലേ നമുക്ക് വന്ന് നിംബിങ്ങിലും താമസിക്കായിരുന്നു തോന്നുന്നു. സ്കൂളാണ് സ്കൂൾ. വാ, yes. We are taking water. അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കയറ്റം കയറാൻ പോവുകയാണ്. ശ്രേ, എങ്ങനെയുണ്ട്? ഇപ്പം നമ്മൾ വന്നിരിക്കുന്നതാണ് നിംബിങ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നതായിരുന്നു വിയറ്റ്നാമിൻ്റെ പണ്ടത്തെ ക്യാപിറ്റൽ, ഏൻഷ്യൻ ക്യാപിറ്റൽ. ഇതൊരു വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൗണാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സ് കാണാം. അതുപോലെ തന്നെ ഒരു വീടുകൾ എല്ലാം തന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഏൻഷ്യൻ ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അന്നത്തെ കാലത്ത് രാജഭരണമായിരുന്നു. 2 രാജാക്കന്മാരായിരുന്നു ഈ സ്ഥലം ഭരിച്ചിരുന്നത്. അതിന് ശേഷമാണ്, വളരെ കാലങ്ങൾക്ക് ശേഷമാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഹനോയ് ആയിട്ട് മാറ്റിയത്. അപ്പം അത്രയും ഒരുപാട് വർഷം നിംബിങ് എന്ന് പറഞ്ഞ സ്ഥലം തന്നെയായിരുന്നു വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായിരുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങൾ, പഗോഡാസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വലിയ സ്റ്റാച്യൂസ്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം നമുക്ക് ഈ സ്ഥലത്ത് കാണാം. അപ്പോൾ ആദ്യം നമ്മളിപ്പം നിംബിങ്ങിൽ വന്നിരിക്കുന്നത് ബിഗ് ഡോങ് പഗോഡ അവിടെയാണ്. മേളിലേക്ക് നടന്ന് കുറേ കയറണം. ഓരോന്ന് കണ്ടുപോകാം. ഇത് മേടിച്ചു.
yesterday's temple. അവിടെ നിന്ന് കയറണം നമുക്കൊക്കെ. ഇത്രയും കയറാനുണ്ടല്ലേ. മിഡിൽ സെൻറ്റർ ചുങ് പഗോഡ. അവതാർ മൗണ്ടൻസ് പോലെ ഉണ്ടോ? ആ യെസ് കമ്മിങ്. യെസ് കമ്മിങ്. ഹിഡൻ കേവ്. പോവാം. വാവ്. ഇനിയും കയറണം, ഇനിയും കയറണം. യെസ്, പൊക്കോ പൊക്കോ. ഓക്കെ. അപ്പഴേക്ക് ശീലം, നടന്ന് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. യെസ്. ഓ മൈ ഗോഡ്. എങ്ങനെയുണ്ട്? ഈ അമ്മത്താലെ മണിയിലിരിക്കരുത്. Oh, this is the cave which we have been seeing in the YouTubes. Yeah. എങ്ങനെയുണ്ടമ്മ? എടുക്കുക. യെസ്. ഓക്കെ. ഹലോ പപ്പ, what do you think? അടിപൊളി സ്ഥലമല്ലേ? This is a place worth to see. യെസ്. പക്ഷെ കുറേ നടക്കാനുണ്ട്. ഒട്ടും വയ്യാത്തവർ വരരുത്. നടന്ന് നടന്ന് Top of the hill. 3 അമ്പലങ്ങളുണ്ട്. സ്റ്റെപ്സ്. ആ, 3 temples. 3 ടെമ്പിൾസ് ആണ്. ഏറ്റവും താഴെ ഒരെണ്ണം, മിഡിലായിട്ട് ഒരെണ്ണം, ഏറ്റവും മേളിൽ ഒരെണ്ണം. അങ്ങനെയാണ്. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. I like this place. ഇത് പാറ കണ്ടില്ലേ, കംപ്ലീറ്റ് പാറക്കെട്ടുകളുടെ മല പോലെ. അതിന് കേവ്സ് ഉണ്ട്. കേവ്സിന്റെ അകത്താണ് അമ്പലങ്ങൾ. ഏറ്റവും യെസ് ഏറ്റവും മേളിലൊക്കെ. അടിപൊളി. എന്താ ചക്ക ചക്ക ബാ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്ന സാധനമൊക്കെ നന്നായില്ലേ മേടിച്ചത്? ശ്രദ്ധ എടുത്തൊരു താങ്ക് യു പറഞ്ഞു. യെസ്. നമ്മൾ ആ മലയിൽ നിന്നാണ് താഴെ ഇറങ്ങി വന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. നല്ലോണം വേർത്ത്. പക്ഷേ രമേശേട്ടാ, ഇവിടെ ഇങ്ങനെയല്ല, നല്ല വെയിലും ചൂടുമാണ്. ഭാഗ്യം കൊണ്ട് വെയിലുണ്ടായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സ്ഥലമല്ലേ? എല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇട്ടിരിക്കണം ഈ സ്ഥലം. ഒരു ടീം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് അവര്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ബോട്ടിംഗ് ആണെന്നാണ് പറഞ്ഞത്. ബോട്ട് ചെയ്ത് നമ്മൾ ലൈംസ്റ്റോൺ കേവ്സിലേക്കൊക്കെ പോകാൻ പോവാണ്. എന്തായാലും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വെയിലൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ വെയിൽ വന്നു. ഇവിടെ ഒരുപാട് പേര് സൈക്കിൾ എടുത്ത് വരുന്നുണ്ട്. കണ്ടോ? നിങ്ബിങ്ങിൽ തന്നെ റൂം എടുത്ത് താമസിച്ചിട്ട്
സൈഡിൽ ലില്ലി ഫ്ലവേഴ്സ് കണ്ടോ ശ്രേയ? വെരി ബ്യൂട്ടിഫുൾ. ഫോട്ടോ എടുക്കണോ? ഇന്നലെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ പോയപ്പം രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ നമുക്കിത് ഗിഫ്റ്റായിട്ട് തന്നു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ്. മാമ്പഴം കണ്ടോ? അയ്യോ, ഇതൊക്കെ ഫ്രഷ് പഴമൊക്കെ എന്ത് ഫ്രഷാണ്. ആ ഒരു പാടുപോലും ഞാൻ പണ്ടേ കറുത്ത പാടുള്ള പഴം കഴിക്കില്ലായിരുന്നു. ഇതുപോലത്തെ പഴമൊന്നും ഇന്ത്യയിലില്ല. ഇവിടെ നോക്കിയേ, ശ്രേയ കരിക്ക് എത്ര പറഞ്ഞാലും കേരളത്തിൽ കുടിക്കില്ല. എന്താണെന്ന് വെച്ചാൽ മധുരം ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ ഇപ്പം മുറിച്ച് തന്നത് കണ്ടില്ലേ, ഇതിൽ ശരിക്കും ഒരു 4-5 സ്പൂൺ മധുരം പഞ്ചസാര ഇട്ട് ഇളക്കി കുടിക്കുന്ന പോലെ അത്ര മധുരം ഈ കരിക്ക്. എന്തല്ല ഇവിടുത്തെ എല്ലാത്തിനും മധുരം. വെള്ളം ഉണ്ടോ ഇനിയും? അയ്യോ, Nào mang đi à con? 100. യാ താങ്ക് യു. നല്ല ടേസ്റ്റ്. യെസ് താങ്ക് യു. പോവാം. അപ്പോൾ അടുത്തത് നമ്മൾ ബോട്ടിങ്ങിനാണ് പോകുന്നത്. ബൈ ബൈ. ആ തൊപ്പി. അപ്പാ മൈ ഗോഡ്, എങ്ങനെയുണ്ട് ശ്രേയ? രമേശേട്ടാ, അടിപൊളിയല്ലേ? കുക്ക് കഫേയാണ്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ല രസമായിരുന്നു. ബാലൻസ് ഓക്കെ. അവർ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. എത്രയോ പൈസ പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് ശ്രേയ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയാണെന്ന് ചോദിക്കാൻ. 1 മിനിറ്റ്. എത്ര? 100 rupees. ഓക്കെ, 100 rupees. ഓക്കെ, ടേക്ക് ഇറ്റ്. ലൈംസ്റ്റോൺ കേവ്സിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ശ്രേയ, പേടിയുണ്ടോ? രമേശേട്ടാ, എങ്ങനെയുണ്ട്? പേടിയാവണോ? വണ്ടർഫുൾ പ്ലേസ് അല്ലേ? ആ, എങ്ങനെയുണ്ടമ്മ? ഇതിപ്പോ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നതിനേക്കാളും വലിയ വണ്ടേഴ്സ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. ഇത് ലൈം സ്റ്റോണിന്റെ ഇതുപോലെ റോക്ക് ഉണ്ടല്ലേ, മതില് പണിതുപോലെ കണക്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഈ സ്ഥലത്താണ് കിങ് കോങ് ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ലേക്കും ഈ മലകളും ഒക്കെ ആ മൂവിയിലുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള പോയിന്റ് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇതൊരു ഏൻഷ്യൻ സിറ്റി ആണല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റി ആണ് ഈ മറ്റേ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതെ, 15-ാം നൂറ്റാണ്ടിൽ ആ സമയത്തുള്ള രാജാക്കന്മാർ ഇവിടെ ഇതിനെ ക്യാപിറ്റലാക്കാനുള്ള മെയിൻ റീസൺ ഇതിന് ചുറ്റും മലകളായതുകൊണ്ടാണ്. ഇതുപോലെ ഇന്ത്യയിൽ നമ്മൾ ഉദയ്പൂർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഉദയ്പൂർ പോയപ്പോഴും ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദയ്പൂർ സിറ്റി ഇരിക്കുന്നത് ചുറ്റും അരാവലി ഹിൽസ് ആണ് സിറ്റിയുടെ ചുറ്റുമുള്ളത്. ഇവിടെ ഈ മലകളാണ് ഈ സിറ്റിക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്നും എനിമീസിന് കയറി ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ക്യാപിറ്റലായിട്ട് അവർ വെച്ചിരുന്നത്. ഈ കോട്ടമതിലുകൾ പോലെ അതിലും പൊക്കത്തിലാണ്. അതെ അതെ അതെ. ഈ പാർക്കെട്ടുകളൊക്കെ ഓ മൈ ഗോഡ്.
നിറച്ച് നെൽകൃഷിയാണെന്ന് തോന്നുന്നു ഈ സൈഡിലൊക്കെ. നല്ല കാറ്റും. നമ്മളിവിടെ കരിക്ക് കുടിക്കാൻ നിർത്തിയതാണ്. $50,000 ആണെന്ന് ഒരെണ്ണത്തിന്. അപ്പോൾ ഇന്ത്യൻ റുപ്പി 175 എന്തോ. പുള്ളി എന്തോ ചെയ്യുന്നു. എന്ത്? നോ, നത്തിങ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. എങ്ങനെയുണ്ട്? നല്ല മധുരം. അപ്പടെ കഴിഞ്ഞോ? കൈ വെച്ച കഴിക്കുന്നേ. ഓ മൈ ഗോഡ്. താങ്ക് യു. ആൾക്കാരല്ലേ, നല്ല ആൾക്കാരല്ലേ. കൈ പൊക്കി തൊട്ട് നോക്കിയേ. അത് തൊടാം. അതെ അതെ അതെ. ഇതേ മറ്റേ തല മുട്ടരുത്. വേറൊരു അവിടെ ഒരു 5 കിലോമീറ്ററൊക്കെ വന്നായി. അതെ 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 അതെ. ഇനിയുണ്ട്. അറിയില്ല, സൈഡിൽ കൂടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇനിയുണ്ട് കേവ്, ഇനിയുണ്ട് കേവ്. അവിടെ വീണ്ടും ഒരു കേവും കൂടെ ഉണ്ട്. നല്ല സുഖം. നമ്മൾ വീണ്ടും കേവിലേക്ക് പോവുകയാണ്. 3-മത്തെയോ 4-മത്തെയോ കേവാണിത്. എത്ര കേവാ അല്ലേ. ഞാൻ ക്യാമറ ഫ്ലിപ്പ് ചെയ്യാൻ പോവാം. നിമിഷട്ടാ, എങ്ങനെയുണ്ട് കേവില്? തലയൊക്കെ താത്തി പിടിക്കട്ടോ. മേലിൽ അത്രേ ഉള്ളൂ ഹൈറ്റ്. തല താത്തി പിടിക്കണേ. തിരിച്ചിനി ഇത്രയും പോണ്ടേ? ഞങ്ങളപ്പോൾ തിരിച്ചെത്തുവാണ്. എത്തി നമ്മുടെ ആളെത്തി. ഹലോ. സൂപ്പർ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. ഇപ്പോൾ ഇത് ഒരു ഫോട്ടോ ആണ് നമ്മൾ ചോദിച്ചോളൂ. പക്ഷെ ഇതിപ്പോൾ ഒരു ബുക്ക് നിറച്ച് ഫോട്ടോ ഉണ്ട്. ഇതമ്മ ഒന്ന് കാണിച്ചേ. നോക്കിയിട്ട് എടുത്തു തന്നിട്ടുണ്ട്. ആൽബം ഒക്കെ എടുത്തിട്ട് എത്ര കാലമായില്ലേ നമ്മൾ? അത് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കുറേ കാലമായി. ഇത് കണ്ടോ? യെസ്. നെക്സ്റ്റ്. നല്ല ക്ലാരിറ്റി അല്ലേ ക്യാമറയിലല്ലേ അമ്മ? നല്ല ഫോട്ടോസ് അല്ല, കുറേ ഫോട്ടോസ് ഉണ്ട്. യെസ്, കൊള്ളാം. എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോ എടുത്തിട്ടുണ്ട്. യെസ് യെസ്. നമ്മൾ കഴിക്കാൻ പോവാണ് ലഞ്ച്. ദാറ്റ്സ് മൈൻ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഈ ഒരു കളറിലാണല്ലേ? നെക്സ്റ്റ് ഇനി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് ഹാള് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിക്കറിയില്ല അത് എങ്ങനെയാണെന്ന്, കറക്റ്റാണോ എന്നറിയില്ല. ആ ഒരു സ്ഥലമാണ് HAULU. അങ്ങനെ ഒരു സ്ഥലം. അത് 2 രാജാക്കന്മാരുടെ സ്ഥലമായിരുന്നു. പണ്ട് ഏൻഷ്യൻ ടൗണാണ്. ആ ഒരു സ്ഥലത്താണ് പോകുന്നത്. അവിടെ ടെമ്പിൾസൊക്കെ ഉണ്ട്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ്.
അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഇത്രയും നേരം കണ്ടതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഇനിയും നോക്കാം അല്ലേ. ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ലേ, കുറച്ച് എടുത്തു. നല്ല വിശപ്പായിരുന്നു 2 മണിയായി ഫുഡ് കഴിച്ചപ്പം. പക്ഷെ ഭാഗ്യത്തിന് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് പറ്റിയ ഫുഡ് കിട്ടി. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ രമേശേട്ടന് ഇഷ്ടമുള്ള ഫുഡ് കിട്ടി, ശ്രേയക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടി. നല്ല ഭക്ഷണം, നല്ല ഫ്രൈഡ് റൈസൊക്കെ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ് ശരിക്കുള്ള ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. നല്ല ഫുഡ് കിട്ടി. ഇനിയിപ്പം ഓരോ സ്ഥലങ്ങളായിട്ട് കാണാൻ പോവാം. അവതാർ മൗണ്ടൻസ് ഒക്കെ പോയുണ്ട്. നല്ല സ്ഥലം. Here is also boating. Everywhere. See the 3 There is- hours I told you. Oh, this is 3 hours boating. Okay. Yes. Yes. Ở bãi xe hả chú? Ok, ok. എത്തി നമ്മൾ. ഇതാണ് സ്ഥലം. Let's go. ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേരാണ്, ഇതിൻ്റെ എന്തായിരുന്നു, ഹാലു. അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. 2 രാജാക്കന്മാരുടെ കഥയൊക്കെ രാവിലെ പറയുന്നുണ്ടായിരുന്നില്ലേ. 2 രാജാക്കന്മാരാണ് ഈ സ്ഥലം ഭരിച്ചിരുന്നത്. അവരുടെ സ്ഥലമാണ്. യെസ്, We go this way, everyone. ടിക്കറ്റ് എടുത്തു. അപ്പം നമ്മൾ ഇതിൽ കയറാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ. Can you give me the ticket? യെസ് മാ, ടിക്കറ്റ്. Yes, thank you. ഈ ഒരു സ്ഥലം ഭരിച്ചിരുന്ന 2 രാജാക്കന്മാരാണ്. അതിലെ ഒരു രാജാവാണ് ഡിങ് തിങ് വാൻ. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ഓൾഡസ്റ്റ് ക്ഷേത്രമാണ്. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള കോമ്പൗണ്ടാണ് ഇതെല്ലാം. 2 സൈഡിൽ 2 കുളങ്ങളുണ്ട്. ഈ സൈഡിലുണ്ട് കുളം. അതിൻ്റെ അകത്തൂടെ നടക്കുകയാണ്. ആണോ? ഏതോ സ്കൂളിൽ നിന്ന് ടൂർ വന്നിരിക്കാൻ തോന്നുന്നു. നമ്മുടെ അവിടുത്തെ പോലെ രാജാക്കന്മാർക്ക് കൊട്ടാരം എന്നല്ല ഇവർ പറയുന്നത്, ടെമ്പിൾ എന്നാണ്. അതാണ് രാജാവിൻ്റെ ഫസ്റ്റ് ടെമ്പിൾ, ഇത് 2ാമത്തെ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന വലിയൊരു പല്ലക്കാണ്. ആ പല്ലക്ക് ഒരുപാട് വർക്കൊക്കെ ചെയ്ത പല്ലക്ക്. അത് പൊക്കാൻ തന്നെ കുറച്ച് ആൾക്കാരുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നല്ല വെയിറ്റുള്ള ഒരു സാധനമാണ്. പല്ലക്കിൽ രാജാവിനെ ഇരുത്തിയിട്ടാണ് എഴുന്നള്ളിക്കുക. പുറത്തേക്കൊക്കെ രാജാവ് അതിലിരുന്നിട്ടാണ് പോവുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ടെമ്പിളിൻ്റെ മേലിലൊരു ഡ്രാഗൺ അവർ വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ എന്താണെന്ന് വെച്ചാൽ അത് ഒരു ധീരതയുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഡ്രാഗൺ കാണുന്നത്. രാജാവ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഡ്രാഗണിനെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളുടെയും വർക്കുകൾ, കരകൗശലമായിട്ടുള്ള ഒത്തിരി വർക്കുണ്ട്. അതൊക്കെ ഡ്രാഗണുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പല്ലക്ക് ഇതാണ്.
നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നിവേദ്യത്തിനായിട്ട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ വെക്കില്ലേ, അതേപോലെ ഇവിടെ വന്നാൽ എവിടെ ഏത് ക്ഷേത്രത്തിലും കാണുക ഇതുപോലെയുള്ള പ്രോഡക്റ്റ്സ് ആണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ഈ കൊക്കക്കോളയുടെ വരെ ബോട്ടിൽ കണ്ടു ഓരോ സ്ഥലത്തും. ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അത് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണെന്നാണ്. നമ്മളും അങ്ങനെയാണല്ലോ, നിവേദ്യമൊക്കെ വെക്കുമ്പം അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. അതേപോലെ തന്നെയുള്ള ഒരു വിശ്വാസമാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടെ ഏത് ക്ഷേത്രത്തിൽ പോയാലും കാണാൻ കേട്ടോ, ഇതുപോലുള്ള ബോട്ടിൽസൊക്കെ നിവേദ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതാണ് രാജാവ്. ഇവിടെ അമ്പലത്തിൽ പ്രതിഷ്ഠയായിട്ട് വെച്ചിരിക്കുന്നത് തന്നെ അവർ ഈ രാജാവിനെയാണ്. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും ഒരു കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും വീഡിയോ എടുക്കാൻ കഴിയും. trải qua những cái triều đại khác nhau thì dầu sẽ mang trong mình những đặc điểm khác nhau. Nếu như mà chúng ta xác định được đặc điểm của dầu നടന്ന് മതിയായോ അമ്മ? കുറേ നടന്നു, പക്ഷെ നല്ല രസമുണ്ട്. ക്ലൈമറ്റ് അത്ര പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട്, ശരി, ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നടക്കാൻ എടുത്ത് സ്പോട്ടിൽ ആ മരം കണ്ട കൊള്ളാല്ലേ. അല്ല ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വരണം കേട്ടോ. കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ടല്ലേ നമ്മൾ പോയ ടെമ്പിൾ പോലെ തന്നെയാണ്. ഇതാണ് ലേ ടെമ്പിൾ, ഇത് ബുദ്ധ ടെമ്പിളാണ്. മറ്റേത് ആ കിങ്ങിന്റെ ടെമ്പിളാണ്. സെയിം ആണല്ലേ, ഏകദേശം ഒരുപോലെ ഉണ്ട്. ഇവിടുത്തെ പക്ഷെ ഇരിക്കണ ആ സാധനം കുറച്ചുകൂടെ ചെറുതാന്ന് തോന്നുന്നു. ഇവിടെ അപ്പം നമ്മൾ കുറേ ടെമ്പിൾസ് കണ്ടില്ലേ. ടെമ്പിൾസ് എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിലാണ് ഇവിടെ. എല്ലാം കോമൺ ആയിട്ട് നമ്മൾ ടെമ്പിൾസ്, അമ്പലം എന്നാണ് പറഞ്ഞത്. പഗോഡയുണ്ട്, ടെമ്പിളും ഉണ്ട്. അവിടെ നമ്മൾ എവിടെയൊക്കെയാ പോയത് പറയും. നമ്മൾ പഗോഡയും പോയി, ടെമ്പിളും പോയി. അപ്പൊ പഗോഡ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാ? പഗോഡ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി. അതായത് ഇവിടുത്തെ ദൈവം ബുദ്ധനാണ്. ബുദ്ധയുടെ ടെമ്പിൾസിനാണ് പഗോഡ എന്ന് പറയുന്നത്. അത് കിങ്ങിന്റെ ടെമ്പിളിനെ അവർ ടെമ്പിൾ എന്ന് പറയും. നമ്മള് കിങ്ങിന്റെയും ക്വീനിന്റെയും ആണെങ്കിൽ ടെമ്പിൾ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ആദ്യം പോയത് ടെമ്പിളിലാണ്. അത് ഇവിടുത്തെ കിങ്ങിന്റെ ടെമ്പിൾ. പിന്നെ പോയത് പഗോഡയാണ്. ബുദ്ധന്റെ പഗോഡ. രണ്ടും ഒരുപോലെയാണ്, പക്ഷെ അവര് കണക്കാക്കുന്നതാണ്. ലാസ്റ്റ് ഏറ്റവും ഉള്ളിലായിട്ട് വെച്ചിരിക്കുന്ന വ്യത്യാസം. ആദ്യത്തെ സ്ഥലത്ത് കിങ്ങിന്റെ വിഗ്രഹമാണ്, ഒരു സ്റ്റാച്ചു. ഇവിടെ ബുദ്ധനാണ്. നല്ല വ്യൂ അല്ലേ? യെസ്, നല്ല ഭംഗി. അമ്മ ഇവിടെയാണ് കിങ് ഇരുന്നിട്ട് ഈ മ്യൂസിക്കൽ പെർഫോമൻസ് ഒക്കെ ഇത് എൻജോയ് ചെയ്യുന്നതെന്ന്. ഇവിടെ ശരിക്കും പ്രോഗ്രാം എന്തോ നടക്കാൻ പോകുന്നുണ്ടല്ലോ. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യണ്ടല്ലോ. ഗ്രൗണ്ടാണ്. എന്ത് രസമായിരിക്കും അല്ലേ, ബാക്ക്ഗ്രൗണ്ട് ലേക്ക് വരും. ആ ഒരു മലകളും ഒക്കെ ആയിട്ട്. യെസ്, ദിസ് ഇസ് സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. അതെ, 4 വശവും 4 സൈഡും മലകളാണ്. എന്താ അവിടെ 2 ഫ്ലാഗ് ഉണ്ട്. അപ്പൊ ആ റൈറ്റിലുള്ള ഫ്ലാഗ് ആണ് വിയറ്റ്നാമിന്റെ ഫ്ലാഗ്. ലെഫ്റ്റിലുള്ള ഫ്ലാഗ് എവിടെ ഉണ്ടെങ്കിൽ അവിടെ ടെമ്പിൾ അല്ലെങ്കിൽ പഗോഡ ഉണ്ടെന്നാ. കണ്ടോ, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അമ്പലമുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഇതല്ലേ. ഇവിടുത്തെ കാപ്പിയാണ്. ഇവിടുത്തെ കാപ്പി ഈ കളറാണ്. മിൽക്ക് കോഫിയാണ്, ഈ കളറാണ്. ഇത് കുടിച്ചു നോക്കിയപ്പോ തല പറഞ്ഞു.
കടുപ്പും മധുരവും. വാട്ടർ. That is the color of our coffee. The color of our coffee. No. മതി, അത്രയും കളയണം അമ്മ. ഇതാണ് ഞങ്ങളുടെ കോഫിയുടെ കളർ അല്ലേ? അവര് തന്ന കോഫിയുടെ കളർ നിങ്ങൾ കണ്ടല്ലോ. മിൽക്ക് കോഫി ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ഞാനും അങ്ങനെ തന്നെ. ഓക്കെ ആണോ? പകുതി കുടിക്കണം പക്ഷേ. ചൂടുവെള്ളം Slowly. Also sweet. Yeah. only this much. It's like I drink a condensed milk. Yeah, little. Yeah, coffee powder. Then coffee milk. Yes. Do you want? No. യെസ്. അപ്പം നമ്മളിന്ന് 3 സ്ഥലത്ത് പോയില്ലേ. ഫസ്റ്റ് രാവിലെ ഒരു ബാംബുവിൻ്റെ സംഭവം പോയി, ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത്. പിന്നെ രണ്ടാമത് പോയത് നിൻബിനിലെ ബിഗ് ഡോങ് പഗോഡ, അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, മല കയറിയ ഒരു സംഭവം. പിന്നെ മൂന്നാമത് ഉള്ളതാണ് ഇപ്പോൾ പോയ, അയ്യോ അതിൻ്റെ പേരെന്താ, ഹാലു. യാ, അവിടെയും പോയി. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഫുൾ ടെമ്പിൾ, ഒരു ഹിസ്റ്ററിക്കൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. യെസ്, അത് മറന്നുപോയി. ബോട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരു ഹിസ്റ്ററിക്കൽ സംഭവങ്ങളായിരുന്നു ഫുൾ ഇന്ന് കണ്ടത്. അടിപൊളിയായിരുന്നു അല്ലേ? അല്ലേ അപ്പ? സൂപ്പർ ഡേ. യെസ്, ഗുഡ്. റേറ്റിംഗ് ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും ഇന്ന്? ഒരു 8 ഒക്കെ കൊടുക്കാം. 8 കൊടുക്കാം. അല്ല, അപ്പയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ കൂടുതൽ ഇഷ്ടം. സോ അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനിയപ്പോൾ ഇന്ന് നേരെ ഞങ്ങൾ റൂമിൽ പോവാണ്. അത് കഴിഞ്ഞ് രാത്രി ഇനി ഇറങ്ങുന്നുണ്ടായിരിക്കുമോ? ചിലപ്പോ ഷോപ്പിങ്ങിനും പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുമായിരിക്കും. ശരിയാ, ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ വീഡിയോ ഇടാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും നാളെ ആയിരിക്കും ഇനി വീഡിയോ അല്ലേ? യെസ്. അപ്പൊ എന്നാ റൂമിൽ പോവാണ്. പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ വേണം വീഡിയോ കാണിക്കും. ഓക്കെ, ഞങ്ങൾ രാത്രി റൂമിൽ പോയിട്ട് ജസ്റ്റ് ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം 7:46 ആയി. ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണം, വിശന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ദേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതൊരു നല്ല സ്ട്രീറ്റ് അല്ലേ? ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. യെസ് യെസ്, കയറാം. ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല. മെനു നോക്കട്ടെ. യെസ്. എന്താ അമ്മ ചെയ്യണേ? ഞാന് ഇപ്പൊ എനിക്ക് മെസ്സേജ് വന്നു, കുറെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. 10th റിസൾട്ട്. ജനനി ഹരിണി ഇല്ലേ, അവർക്ക് CBSEക്ക് 92.5% ആൻഡ് 88% മാർക്കാണ്. ഗീതിക എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് ജാനകിക്ക് 96.4%, കീർത്തന ഗീതികയിലെ ഗീതികയ്ക്ക് 96.4%. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. കാരണം മ്യൂസിക് ക്ലാസ് ഒന്നും ഇവർ കട്ട് ചെയ്യാറേ ഇല്ല, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും. എസ്പെഷ്യലി നാളെ എക്സാം ആണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് വരില്ല എന്നൊന്നും പറയാറേ ഇല്ല. ഇവർ ഒരുപാട് ബാച്ചിലും പഠിക്കുന്നുണ്ട്. എനിവേ എന്തായാലും ഭയങ്കര സന്തോഷം. ഇവരെല്ലാം ഇത്രയും മാർക്ക്, അക്കാഡമിക്സിലും നന്നായിട്ട് എക്സൽ ചെയ്യുന്നുണ്ട്, പാട്ടിലും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്താ, പാട്ട് പഠിക്കുന്നത് കൊണ്ട് മറ്റേ അക്കാഡമിക്സിൽ കുറവ് മാർക്ക് വാങ്ങാനുള്ള ഒരു ഇതല്ല വരുന്നത്, കുറച്ചുകൂടി കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു മോട്ടിവേഷനാണ് വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പം ഞാൻ കൺഗ്രാറ്റ്സ് അയച്ചുകൊണ്ടിരിക്കുകയാണ് സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഗ്രൂപ്പിൽ. ഞങ്ങളപ്പോൾ ഒരു എന്തൊക്കെയാ പറഞ്ഞപ്പോൾ കേർഡ് റൈസാ, ഒരു കേർഡ് റൈസും ഒരു പനീർ ബിരിയാണിയാണ് പറഞ്ഞത്. ഇവിടെ ആക്ച്വലി നല്ല റേറ്റാണ്, ഒരു കൂടുതലാണ്. ഇവിടെ ഭയങ്കര റെയർ ആണല്ലോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ ഒരു റൊട്ടി അല്ലെങ്കിൽ ഒരു നാനൊക്കെ ഒരു എത്രയാ 175 ഒക്കെ വരുന്നു. ഒരു റൊട്ടിക്ക് മാത്രം തന്നെ. നമ്മളവിടെ ഒരു സെറ്റ് പോലും അത്ര ആവാറില്ല പൊതുവെ. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിക്ക് നല്ല റേറ്റ് ഉണ്ട്. ബട്ട് റൊട്ടിയും കറിയൊക്കെ ആയിട്ട് എക്സ്ട്രാ വരുന്നതിനേക്കാളും ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ അപ്പാ? അങ്ങനെ അവസാനം നമ്മുടെ ഇന്ത്യൻ ഫുഡ് വന്നിരിക്കുകയാണ്. കണ്ടപ്പോൾ ഒരു സമാധാനം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ ओके पानी बोतल फ्री मिल जाएगा. ओके ओके, रिव्यू तीनों डालेंगे तो 3 बोतल पानी मिलेगा. ओके എടുക്കട്ടെ? എടുത്തു. ഓക്കെ
കഴിച്ചിട്ട് ഗൂഗിൾ റിവ്യൂ ഇട്ടാൽ മതി. കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്ന് പുള്ളി പറഞ്ഞു. ആണോ? ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ടാ പോരെ. എങ്ങനെയുണ്ട് രമേശനും? ടേസ്റ്റ് ഉണ്ടല്ലേ? ഓ, ഇന്ത്യൻ ഫുഡ് കിട്ടിയപ്പോൾ ഒരു സമാധാനം. കൊള്ളാം. ഫ്ലേവറുള്ള സാധനം വേറെ ഇവിടെ കിട്ടൂല. എത്ര 3-4 ദിവസത്തിന് ശേഷം രമേശൊന്ന് നല്ലൊരു ചായ കുടിക്കുകയാണ്. ഇവിടെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കാൻ പോലും ഭയങ്കര പാടാണ് റെസ്റ്റോറൻറ്റിൽ. കോഫിയൊക്കെ എന്ത് കടുപ്പമാണ് അല്ലേ? ഇല്ല, ഇത് നല്ല ടേസ്റ്റ് ഇല്ലേ ഇവിടെ? മസാല ടീ നല്ല ടേസ്റ്റാണെന്ന്. ഞാൻ കുടിച്ചില്ല, കുടിക്കാൻ പോണേ ഉള്ളൂ. തൃപ്തിയായോ രമേശ് ചേട്ടന്? ഇനി 4-5 ദിവസത്തേക്ക് ചായയുടെ കാര്യം മിണ്ടി പോരുത്. ഓക്കെ, ഇതാണ് സ്ട്രീറ്റ്. ഇവിടെ കുറേ ടീഷർട്ടൊക്കെ ഉണ്ട്. I think it looks an amazing place to go and visit. I really want to. Historical place. So many historical, traditional, ancient places are there. Temples. So many beautiful temples. ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ അപ്പുറത്തെ കടയിൽ കയറി കുറച്ച് സാധനം മേടിച്ചു. ഈ സുവനിയറൊക്കെ മേടിച്ചു. പിന്നെ ഇപ്പം സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നു. നമ്മളവിടെ കടയിൽ കയറിയപ്പം ലണ്ടനിൽ നിന്നൊരു പുള്ളിക്കാരി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി വെറുതെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം എത്ര ദിവസമായെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരി ഇവിടെ 1 മാസമായിരുന്നു. വിയറ്റ്നാമിൽ പല സ്ഥലത്തായിട്ട്. എന്നിട്ട് ഭയങ്കര ഐ എം സോ സാഡ് ദാറ്റ് ഐ എം റിട്ടേണിങ് ടുമോറോ എന്ന് അവർ ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ വിയറ്റ്നാം അത്രയ്ക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചപ്പം ഭയങ്കര ഇഷ്ടമായി. അവർക്ക് ശരിക്കും അവർ മിസ് ചെയ്യുന്നു. മിസ് ചെയ്യാൻ കാരണം അവർക്ക് അത്രയും ഇവിടുത്തെ എല്ലാ വിയറ്റ്നാമിൽ പോയ എല്ലാ സ്ഥലത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഏൻഷ്യൻ ടൗണിൽ പോകുമ്പോൾ അവിടുത്തെ ആംബിയൻസ്, സിറ്റിയിൽ അങ്ങനത്തെ ആംബിയൻസ്, പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര നല്ല ആൾക്കാരാണ്. ഞങ്ങൾ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി യു ആർ ഗോയിങ് ടു എൻജോയ് എന്ന് പറയാണ്. അതേപോലെ വേറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ അത്രയും ഡെവലപ്ഡ് ഒന്നും അല്ല, പക്ഷെ എല്ലാ സ്ഥലവും നീറ്റാണ്. സത്യം അല്ലേ? എല്ലാ സ്ഥലവും ഞാനിപ്പോൾ നോക്കുമ്പോഴും ഓരോരുത്തർ എന്തെങ്കിലും ഒരു ഇല കടയുടെ മുമ്പിൽ വീണാലും അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. ക്ലീൻ ചെയ്യാനും ആൾക്കാരുണ്ട്. സ്ട്രീറ്റൊക്കെ എല്ലാ സ്ട്രീറ്റും ഭയങ്കര ഭംഗി. എവിടെ നോക്കിയാലും ഏത് സ്ട്രീറ്റിലേക്ക് നോക്കിയാലും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ഇത് അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം അല്ലെങ്കിലും ഇന്ത്യയിലുള്ളതുപോലെ ഉണ്ടല്ലോ ഇലക്ട്രിക് കമ്പി ഇങ്ങനെ എങ്ങും പോകുന്നില്ല. പടിയിൽ കൂടെയാണോ അത് പോകുന്നത്? അതുകൊണ്ട് സ്ട്രീറ്റൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. യൂറോപ്പിലൊക്കെ മാത്രമല്ലേ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. ഇവിടെ ഇല്ല അങ്ങനെ. ഇതാ നോക്കി, ഈ സ്ട്രീറ്റിൽ വല്ലതും അങ്ങനെ ഇലക്ട്രിക് കമ്പി എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അതാണ് ഈ ഭംഗി. എന്താ അല്ലേ? നമ്മുടെ ഇന്ത്യയിലൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ആവുമോ? ഇന്ത്യയിൽ ഒരു ഐഡിയ ഇല്ല. നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ. റോഡൊക്കെ കാണാൻ ഭംഗി. അതുകൊണ്ടാണ് ഈ മറ്റേ നമ്മുടെ ഓരോ സ്ട്രീറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രിക് കമ്പി ഇങ്ങനെ പോയി. അതുപോലെ കുറേ ഇത് പോസ്റ്റ് വരും. അതൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഭംഗി പോകുന്നത്. ഇത് എന്തൊരു ഭംഗിയല്ലേ? യെസ്, കമോൺ. ലെഫ്റ്റാന്ന് തോന്നണല്ലേ നമ്മൾ? ശ്രേ, ഗ്രാബാണോ ബുക്ക് ചെയ്യാൻ പോണേ? നല്ലതാ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ അതുപോലെ ഇരുന്ന് ഒരു തവണ കഴിച്ചില്ലേ?
ഒരു മിനിറ്റ്, ഇവിടെയാണ് ഞാൻ ഇവിടെ കുറച്ച് അങ്ങോട്ട് ഇന്നലെ ഞാൻ ഇതിലേ വന്നപ്പോഴേ ഈ സാധനങ്ങളൊക്കെ വെറുതെ നോക്കിയിരുന്നു. ഇതേ സുട്ടുൻ്റെ ഉടുപ്പ് ഇല്ലേ? അല്ല, ഇത് സുട്ടുവിനേക്കാളും വലുതാ, കുറച്ച് വലുതാ. ആ, ഡിന്നർ കഴിച്ചിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. വെറുതെ ഒന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ദേ കണ്ടോ, ദേ കിടക്കുന്ന സാധനം നല്ല രസം, വിലയും കുറവ്, സോഫ്റ്റാണ്, നൈറ്റ് ഡ്രസ്സാണ്, ഷോർട്ട്സും ഷർട്ടും കൂടെ ചേർന്നത്. അത് ശ്രേയയ്ക്കും വാങ്ങി, ശ്രദ്ധയ്ക്കും വാങ്ങി. മാങ്ങയാണോ? വലിയ മാങ്ങ അല്ലേ? എന്താ ഇസ്രേ കിട്ടുന്നില്ല? ഹായ്. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ സ്ഥലം നമുക്ക് മനസ്സിലാവുന്നില്ല. ഓ, എന്നെ പറയൂ, വിളിച്ചു പറഞ്ഞു നോക്ക്. മനസ്സിലാവുന്നില്ല, പുള്ളിക്ക് അറിയില്ല തോന്നുന്നു സ്ഥലം. ഗ്രാബ് വന്നു, പുള്ളിക്ക് ലൊക്കേഷൻ തെറ്റിപ്പോയി അല്ലേ? നമ്മൾ ഇട്ട ലൊക്കേഷനിൽ എന്തോ. അപ്പൊ എന്താ ഈ ഫോട്ടോ, ഇതിന്റെ ലൊക്കേഷന്റെ ഫോട്ടോ സെൻഡ് ചെയ്തോ? അല്ല, ഞാൻ ആ കഫേയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. പുള്ളി അത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് വന്നത്. ഓ, ഈ ഗ്രാബ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ? നമ്മുടെ ഊബർ പോലെ തന്നെയാ ഗ്രാബ്. കൊള്ളാം. ഇവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവിടെ വന്നവരും ഇവിടെ ജീവിക്കുന്നവരും ഒക്കെ ഹാപ്പിയാണ്. അതും ഈ ബാർഗെയിൻ ചെയ്യുന്നതിനൊക്കെ ഒരു മയത്തിലാണ് അവർ, ഇങ്ങനെ ചിരിച്ചൊക്കെയാണ് പറയുന്നത്. അതെ അതെ. അവിടെ ഒരാളായിട്ട് സംസാരിക്കായിരുന്നു. അപ്പ തമിഴ്നാട്ടിൽ ഫാമിലി ആയിട്ട് വന്നു. ആണോ? എത്ര ദിവസമായി ഇത്രേ? ഒത്തിരി സംസാരിക്കാൻ സമയം കിട്ടിയില്ല. കുറെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫാമിലി അപ്പുറം ഇരിക്കുന്നു, ഇയാളെ ജ്യൂസ് കുടിക്കുക. എങ്ങനെയുണ്ട് ശ്രേയ? നമ്മൾ നേരത്തെ വീഡിയോ നിർത്താൻ പോയതാ, പക്ഷെ വീണ്ടും നമ്മൾ പുറത്തിറങ്ങിയത് കൊണ്ട് വീഡിയോ എടുത്തു. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് കൺക്ലൂഡ് ചെയ്യാം അന്നത്തെ ദിവസം. ഈ വീഡിയോ ഒറ്റ വീഡിയോ ഒന്നും ആയിരിക്കില്ലെന്ന് തോന്നുന്നല്ലേ? ഓരോ ദിവസം ഓരോ വീഡിയോ ആയിരിക്കും. അതെ. അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. മാനത്തോട്ട് നോക്കി കിടക്കുക. അപ്പൊ